ഇതൊരു ഫോൺ റിപ്പയർ ചെയ്യുന്ന രംഗമാണ്. ഉപഭോക്താവിന്റെ ഫോൺ ശ്രദ്ധയോടെ തുറന്ന് അയാൾ അതിലെ ക്യാമറ മാറ്റിസ്ഥാപിക്കുന്നു. എല്ലാം പൂർത്തിയാക്കിയ ശേഷം അയാൾ ഉപഭോക്താവ് നൽകിയ പാസ്വേഡ് ഉപയോഗിച്ച് ഫോൺ അൺലോക്ക് ചെയ്യുന്നു. രഹസ്യം തുടങ്ങുന്നു. ഒരു USB കേബിൾ വഴി അയാൾ ഫോൺ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നു. എന്നിട്ട് ഒരു നിഗൂഢ ഫയൽ അയാൾ ആ ഫോണിലേക്ക് ഡ്രാഗ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഈ നിമിഷം അയാൾ ഡ്രോയറിൽ നിന്ന് അതേ മോഡലിലുള്ള മറ്റൊരു ഫോൺ എടുത്ത് ഉപഭോക്താവിന്റെ ഫോൺ ക്ലോൺ ചെയ്തെടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞ ശേഷം ഫോൺ തിരികെ നൽകുന്നു. ഈ യുവതി സന്തോഷത്തോടെ റിപ്പയർ ഷോപ്പിൽ നിന്ന് മടങ്ങുമ്പോൾ തന്റെ എല്ലാ സ്വകാര്യതയും ചോർത്തപ്പെട്ടെന്ന് അറിഞ്ഞിരുന്നില്ല. കാരണം ഫോണിലെ ക്യാമറ, സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം, GPS ലൊക്കേഷൻ എന്നിവയെല്ലാം ഇപ്പോൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നാമിയുടെ ജീവിതം അയാൾക്ക് ഒരു തുറന്ന പുസ്തകമായി മാറി. അവൾക്ക് ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് ഇഷ്ടമാണെന്നും ഒരു പ്രത്യേക ഗെയിം കളിക്കാറുണ്ടെന്നും അവൾ ഉറങ്ങുന്നതും ഉണരുന്നതുമായ സമയം പോലും അയാൾ മനസ്സിലാക്കി. അവൾ പോകുന്ന ബസ്സും അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ ഓരോ ചലനവും അയാൾ പിന്തുടർന്നു. ചാറ്റ് വിവരങ്ങളിലൂടെ അവൾക്ക് ഉടൻ തന്നെ പ്രൊമോഷനും ശമ്പളവർദ്ധനവും ലഭിക്കുമെന്നും ബോസുമായി അവൾ അടുപ്പത്തിലാണെന്നും അയാൾ കണ്ടെത്തി. നാമിയുമായി ഏറ്റവും അടുപ്പമുള്ള അവളുടെ അച്ഛൻ, കൂട്ടുകാരി, ബോസ് എന്നീ 3 പേരെക്കുറിച്ചും അയാൾ മനസ്സിലാക്കി. ഒടുവിൽ അയാൾ നാമി ജോലി ചെയ്യുന്ന മിൽക്ക് ടീ ഷോപ്പിൽ എത്തുന്നു. അവൾക്കിഷ്ടപ്പെട്ട അതേ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് ഓർഡർ ചെയ്തുകൊണ്ട് അയാൾ നാമിയുടെ ശ്രദ്ധ ആകർഷിച്ചു. തങ്ങൾ തമ്മിൽ ഒരുപാട് പൊതുവായ താൽപ്പര്യങ്ങളുണ്ടെന്ന് അയാൾ വരുത്തി തീർത്തു. എന്നാൽ ഈ യുവാവ് വിചിത്രനാണെന്നും അവനോട് അകന്നു നിൽക്കണമെന്നും നാമിയുടെ അച്ഛൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ നാമി അത് വകവെച്ചില്ല. ഈ സംഭാഷണം മുഴുവൻ അയാൾ ഫോൺ ക്യാമറയിലൂടെ കാണുന്നുണ്ടായിരുന്നു. എല്ലാം കൈവിട്ടു പോകുന്നു. ഒരു അർദ്ധരാത്രിയിൽ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടിയുണർന്നു. മുട്ടൽ പെട്ടെന്ന് പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന ശബ്ദമായി മാറി. ഭയന്ന് ഒരു കത്തിയെടുത്ത് അവൾ വാതിലിലേക്ക് നോക്കി. വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് അവളുടെ ഉറ്റ സുഹൃത്തായിരുന്നു. നാമി ടെക്സ്റ്റ് മെസ്സേജ് അയച്ചതുകൊണ്ടാണ് താൻ വന്നതെന്ന് അവൾ പറഞ്ഞു. മെസ്സേജ് അയക്കാത്തതിനാൽ നാമിക്ക് ആകെ ആശയക്കുഴപ്പമായി. അവർ സംസാരിച്ചിരിക്കുമ്പോൾ അവരുടെ അടുത്തായി വെച്ചിരുന്ന നാമിയുടെ ഫോൺ സ്വയം പ്രകാശിച്ചു. അവൾ ഭയന്നു. അടുത്ത ദിവസം രാവിലെ ബോസിന്റെ 80-ലധികം മിസ്ഡ് കോളുകൾ കണ്ട് അവൾ ഓഫീസിലേക്ക് ഓട്ടി. വഴിയിൽ വെച്ച് ഫോൺ പരിശോധിച്ചപ്പോൾ അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അപമാനകരമായ കമന്റുകൾ നിറഞ്ഞിരിക്കുന്നു. അവളുടെ അക്കൗണ്ടിൽ നിന്ന് ആരോ ബോസിന്റെ ഇരുണ്ട ഭൂതകാലം വെളിപ്പെടുത്തുകയും സഹപ്രവർത്തകരെ അപമാനിക്കുകയും ചെയ്തിരിക്കുന്നു. പരിഭ്രാന്തിയായി ഓഫീസിലെത്തിയ നാമിയെ ബോസ് തണുപ്പൻ മട്ടിൽ പുറത്താക്കി. തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല.